പൊറോട്ടയുടെ കൂടെ മയോണൈസ് കഴിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കൂടെ മയോണൈസ് കഴിക്കും. എന്തുകൊണ്ടാണ് മയോണൈസ് ഇത്രത്തോളം അഡിക്റ്റീവ് ആയി പോയത്? വിഷയം എന്ന് പറഞ്ഞാൽ ജനസംഖ്യ കൂടുതലാണ് കേരളത്തിൽ. അപ്പൊ അത് കുറയ്ക്കാൻ കാലൻ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കും അല്ലേ? അപ്പൊ കാരണം പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. ഈ അനാവശ്യമായി ഇപ്പൊ ഈ തലയ്ക്കകത്ത് ആള് താമസം ഇല്ലാത്ത വർഗത്തിന് പ്രകൃതി എന്തിനാ ഇവിടെ സൂക്ഷിക്കേണ്ടത് അല്ലേ? അപ്പൊ ഈ പൊറോട്ടയും മയോണൈസും തിന്നുമ്പോൾ തലയ്ക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. ശരീരത്തുണ്ടാവും ക്യാൻസർ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ പ്രകൃതി അതിന്റെ പണി കറക്റ്റായിട്ട് എടുക്കുന്നു. അപ്പൊ അത് കഴിക്കേണ്ടവരത്ത് ഇപ്പൊ കഴിക്കരുതെന്ന് പറഞ്ഞാൽ പ്രകൃതി ബാലൻസ് ആവില്ല. അവർ കഴിക്കട്ടെ, അവർ കഴിച്ച് അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാവുന്നിടം വരെ കഴിക്കട്ടെ. അവർ ഇപ്പൊ പലരും ഹെൽമെറ്റ് വെക്കാണ്ട് വണ്ടി ഓടിക്കും അല്ലേ? എന്നിട്ട് ആക്സിഡന്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹെൽമെറ്റ് വെക്കേണ്ടായിരുന്നു, പല മണ്ടത്തരം. ഈ ഹെൽമെറ്റ് ആഡംബരമായിട്ട് വെച്ചിട്ടുണ്ട്, ഇതിടത്തില്ല ഏതാ ലോക്ക്. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാടാ, തലയ്ക്കകത്ത് സ്വർണമാണെങ്കിൽ നീ സൂക്ഷിക്കണം, തലയ്ക്കകത്ത് തീട്ടും അല്ല സൂക്ഷിക്കും ഇല്ല. അപ്പൊ പിന്നെ ഹെൽമെറ്റ് ഉപയോഗിക്കരുത്, അത് തറയിൽ വേണമെന്ന് പറഞ്ഞ പ്രശ്നമില്ലല്ലോ. സ്വർണം നമ്മൾ ലോക്ക് ചെയ്തുകൊണ്ട് നടക്കണം, ശരിയല്ലേ? അത് സൂക്ഷിക്കണം. അപ്പൊ ഈ തലയ്ക്കകത്ത് സ്വർണമുള്ള അല്ലെ തലയ്ക്കകത്ത് മൂളയുള്ള ആൾക്കാർ ഒരു പക്ഷേ സിസ്റ്റർ ഈ പറഞ്ഞ ശില്പം പറഞ്ഞ ആളൊക്കെ ഈ സാധനം ഒന്നും കഴിക്കത്തില്ല. നമ്മൾ കഴിക്കാം. നമ്മളിപ്പോൾ ഒരു ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നു അല്ലെ, നമ്മളൊരു അവക്കാഡോ കുടിക്കുന്നു, പപ്പായ, ഇഷ്ടംപോലെ പപ്പായ ഉണ്ട്, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. പേരയ്ക്ക ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. ഇന്ന് പേരയ്ക്ക പല മരത്തിൽ നിന്നിട്ട് പറിച്ചു തിന്നാൻ പോലും ആൾക്കാർക്ക് മനസ്സിലായി. സോ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു കോമ്പറ്റീറ്റീവ് വേൾഡാണ് അല്ലേ? അപ്പോൾ ഇഷ്ടംപോലെ ഹ്യൂമൻ റിസോഴ്സ് ജനസംഖ്യയുണ്ട്. അപ്പം സിസ്റ്ററിനൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 100 പേരുണ്ട്, 100 പേര് ഒരു ഇൻ്റർവ്യൂവിന് വരിക, എനിക്ക് ജയിക്കാനുള്ള സാധ്യത കുറവായിരിക്കും. അതിൽ പകുതി ആൾക്കാർ ഈ മയോണൈസും മന്തിയും അതും ഇതും എല്ലാം തിന്ന് ചത്തൊടുങ്ങുമെന്ന് വെച്ചു. അവർ നമുക്കപ്പോൾ അത്രയും കോമ്പറ്റീഷൻ കുറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് അത്രയും ഡിമാൻഡാവും. അപ്പോൾ അവരുടെ അടുത്ത് ഇപ്പോൾ നമ്മൾ പറയാം, മോനെ നീ തിന്നല്ലേ അപ്പോൾ ഇയാൾ പോയി പണി നോക്കണേന്ന് പറഞ്ഞു. നമുക്കെന്ത് പറയാം, നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം. മയോണൈസിനെ കുറ്റം പറയാൻ പറ്റും? ഇല്ല.